വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്ലൈഡ് നോക്കൂ. ട്രാൻസ്പോർട്ട് സേഫ്റ്റി അതാണ് ചാപ്റ്റർ വരുന്നത്. ട്രാൻസ്പോർട്ട് സേഫ്റ്റിയിൽ ഞാൻ വായിക്കും. എന്താണ് ട്രാൻസ്പോർട്ട് സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഏത് പെട്രോൾ കെമിക്കൽ കമ്പനി ആയാലും കെമിക്കൽ ഫാക്ടറിയായാലും പെട്രോളിയം അല്ലെങ്കിൽ ഓയിൽ ഗ്യാസ് ഇത് ഡീൽ ചെയ്യുന്ന കമ്പനി ആയാലും ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ എക്കണോമിക് സ്റ്റേജ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ട് കൂടിയേ തീരും. ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ റോ മെറ്റീരിയൽ കൊണ്ടുവരാനും അതിൽ ചെയ്യാനും അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാനും ട്രാൻസ്പോർട്ട് ഇല്ലാതെ പറ്റുന്നത്. അതിൽ മാക്സിമം ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കമ്പനിയിൽ റോഡ് ആക്സിഡൻസ് എന്നാണ്. ഓക്കെ, 50% ആക്സിഡൻ്റ് എന്ന് തന്നെ നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു സേഫ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെയുള്ള കമ്പനിയൊക്കെ അവരുടേതായ ഒരു ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഈ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടതെന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. Petroleum transport is the transportation of petroleum and derivatives such as gasoline. Petroleum is transported via rail cars, trucks, tanker vessels and through pipelines. Which method is used to move this oil depends on the amount that is being moved and its destination. The biggest problem with moving this oil are pollution and the chance of being spilled. Petroleum oil is very hard to clean up and is very toxic to living animals. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പെട്രോളിയം ആൻഡ് ഡെറിവേറ്റീവ്സ് സച്ച് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ സാധാരണ കൊണ്ടുവന്ന് എന്താണ് റെയിൽ വഴിക്ക് കൊണ്ടുപോവാം, ട്രക്കിൽ കൊണ്ടുപോവുക, ടാങ്കർ ലോറിയിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ പൈപ്പ് ലൈനിൽ കൊണ്ടുപോവുക, മറൈൻ ഷിപ്സിൽ കൂടെ കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ എല്ലാ വഴിക്കുമാണ്. അപ്പോൾ എന്താണ്, ഇതേത് മോഡാണ് ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ് അതിൻ്റെ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ അവിടെ എത്തിച്ചേരാനുള്ള സൗകര്യവും അനുസരിച്ചാണ് നോക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്പില്ലാവാനും അതേപോലെ തന്നെ അതൊരു എന്താ എൻവയോൺമെൻറ്റൽ ഡാമേജ് സൃഷ്ടിക്കുക, മറ്റുള്ള ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ലോസ് കാര്യങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ, ഇനി നോക്കിക്കോളൂ, എന്താണ് ഇതിന് ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന് സാധാരണ പറയുന്ന പേരാണ് ടാങ്ക് ട്രക്ക് അല്ലെങ്കിൽ ഗ്യാസ് ട്രക്ക്, ഫ്യൂവൽ ട്രക്ക് അല്ലെങ്കിൽ ടാങ്കർ. എന്താണ്, ഈസ് എ മോട്ടോർ വെഹിക്കിൾ ഡിസൈൻ ടു ക്യാരി ലിക്വിഡ് ഓർ ഗ്യാസസ് ഓൺ റോഡ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലുള്ള ഓയിൽ ടാങ്കർ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഓൺ റോഡ് ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലെ പേര് ഒന്ന് സിമ്പിളായിട്ടുള്ളതാണ്. ഓക്കെ, ഇനി റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് മോഡ് ഓഫ് dispatch of petroleum products in marketing sector. Okay, this is an area where maximum accidents have occurred. അതിൽ റോഡ് ട്രാൻസ്പോർട്ട്, കാരണം റിഫൈനറി എന്നെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഡിപ്പോയിൽ എത്തിക്കുന്നു. ഡിപ്പോയിൽ എത്തിക്കുന്ന അധികം എന്താണ് റെയിലായിരിക്കും. അവിടുന്ന് എന്ത് ചെയ്യുന്നു, ലോറികൾ മുഖേന അല്ലെങ്കിൽ ടാങ്കർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഡിപ്പോയിലെത്തുന്നു. അവിടുന്നാണ് കൺസ്യൂമറിലേക്ക് വെഹിക്കിളിലേക്ക് അടിച്ചുള്ള പമ്പിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റോഡ് ആക്സിഡൻ്റ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ റോഡ് സേഫ്റ്റിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഹസാർഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ് എന്തെല്ലാണ് ഈ ആക്സിഡൻറ്റുകൾ എന്ന് നോക്കാം. ഒന്ന്, ഫയർ, തീപിടുത്തം ഉണ്ടാവുക, എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറിക്കുണ്ട്. പിന്നെയോ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ടോക്സിക് റിലീസ് ആവുന്ന, ലോസ് ഓഫ് കണ്ടെയ്ൻമെൻറ്റ് വരുന്നുണ്ട്, പിന്നെ പൊല്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്, ഇഞ്ചുറി വരുന്നുണ്ട്, മരണം വരുന്നുണ്ട്, ഫാറ്റിലിറ്റി, അതേപോലെ തന്നെ ലോസ് ഓഫ് പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്ന കാര്യങ്ങൾ. അടുത്ത സ്ലൈഡ് നോക്കൂ. കോസസ് ഓഫ് റോഡ് ആക്സിഡൻറ്റ്. എന്തെല്ലാം കാരണം കൊണ്ടാണ് റോഡ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്? പുവർ റോഡ് കണ്ടീഷൻ, ബാഡ് വെതർ, കാലാവസ്ഥയുടെ വ്യതിയാനം, ലാക്ക് ഓഫ് റോഡ് ഡിസിപ്ലിൻ, റോഡിലെ ഡ്രൈവിംഗ് മോശമായിട്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഓവർ സ്പീഡ് ചെയ്യുന്ന
സഡൻ ബ്രേക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളില്ല. ആബ്സെൻസ് ഓഫ് അപ്രൂവ്ഡ് പാർക്കിംഗ് പ്ലേസ്, പിന്നെ വേണ്ട രീതിയിൽ സുരക്ഷിതമായി പാർക്ക് ചെയ്യാനില്ലാത്ത പാർക്കിംഗ് പ്ലേസ് ഇല്ലാത്തതിൻ്റെ ഒരു ലഭ്യത ഇല്ലാത്തതിൻ്റെ കാരണം, അതർ സ്ലോ മൂവിങ് ട്രാൻസ്പോർട്ട്, അതേപോലെ തന്നെ റോഡിൽ ഒഴിക്കുന്ന മറ്റുള്ള ഏതാണ് സാധാരണ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വെഹിക്കിള്, പിന്നെ ഹ്യൂമൻ ഫെയിലിയേഴ്സ് വരുന്നുണ്ട്, മനുഷ്യരുണ്ടാക്കുന്ന തെറ്റുകൾ, പിന്നെ ട്രക്കിൻ്റെ അല്ലെങ്കിൽ വണ്ടിയുടെ ഇംപ്രോപ്പർ ഫിറ്റിങ്സ് കാരണം വരുന്നുണ്ട്, മെക്കാനിക്കൽ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ മെക്കാനിക്കൽ ഫെയിലിയർ വരാം. പിന്നെ ഡ്രൈവിംഗ് ഇൻ ആൽക്കഹോളിക് കണ്ടീഷൻസ്. ഓക്കെ, ആൽക്കഹോൾ മാത്രമല്ല, അസുഖത്തിൽ ഓടിക്കുക, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് ഓടിക്കുക, ഡ്രഗ്സ് ഉപയോഗിച്ച് ഓടിക്കുക, ഇതൊക്കെ വരുന്നുണ്ട്. യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്, പിന്നെ എന്താ ഓടിക്കുന്ന സമയത്ത് മ്യൂസിക് കേൾക്കുക, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, ഇനിയോ മോട്ടോർ വെഹിക്കിൾ ഇത് ആക്ട് പറയുന്നത് 1988 ആണ്. ഇതാണ് ലേറ്റസ്റ്റ് വന്ന അമെൻമെന്റ് ഇതിൽ ഉള്ളത്. അടുത്ത സ്ലൈഡ് നോക്കൂ. TSM അതൊരു ഷോർട്ട് ഫോം ആണ്, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡേർഡ് മാനുവൽ. TSM എന്തിനു വേണ്ടിയിട്ടാണ് TSM? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സുരക്ഷിതമായിട്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടു നടക്കാമെന്നുള്ള മാനുവൽ അല്ലെങ്കിൽ ലിഖിതമായ ഒരു വ്യവസ്ഥിതിയാണ് TSM എന്ന് പറയുന്നത്. The purpose of TSM is to cover all area of road transport and conduct all operation to utmost safety with minimum accidents and injuries to people, eliminate fatalities and protect animals and environment. എന്താണ് TSM കവർ ചെയ്യുന്നത്? എന്താ? ഓൾ ഏരിയ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫേസ് റോഡ് ഉപയോഗിച്ചുള്ള ട്രാൻസ്പോർട്ടിൽ വരുന്ന എല്ലാ മേഖലകളും അത് വരുന്നുണ്ട്. എന്ത് ചെയ്യണം? ആൻഡ് കണ്ടക്ട് ഓഫ് ഓൾ ഓപ്പറേഷൻ ടു അറ്റ്മോസ്റ്റ് സേഫ്റ്റി. എന്നിട്ടോ ഈ റോഡ് കൂടെ നടത്തുന്ന എന്താണ് ഗതാഗതം വളരെ സുരക്ഷിതമായിട്ട് കണ്ടക്ട് ചെയ്യുക. എന്നിട്ട് എങ്ങനെ? മിനിമം ആക്സിഡന്റ് ആൻഡ് മിനിമം ഇഞ്ചറി ടു പീപ്പിൾ ആൻഡ് മരണം തീരെയില്ല, അതാണ് എലിമിനേറ്റ് ഫാറ്റിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് പ്രൊട്ടക്ട് ആനിമൽസ് ആൻഡ് എൻവയോൺമെന്റ്, അതേപോലെ തന്നെ മൃഗങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ സംരക്ഷിച്ച്, അതേപോലെ തന്നെ പ്രകൃതിയെയും സംരക്ഷിച്ച് എന്തെല്ലാണ് ഈ TSM-ൽ കവർ ചെയ്യുന്നത്, അതിലെന്തെല്ലാണ് കൃത്യമായിട്ട് സുരക്ഷയ്ക്ക് വേണ്ടി പറയുന്നത്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കീ പേഴ്സൺസ് ആൻഡ് ഡ്രൈവേഴ്സ്. ഈ ട്രാൻസ്പോർട്ട് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയിലെ കീ പേഴ്സൺസും അതേപോലെ തന്നെ ഡ്രൈവേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാണ്. രണ്ടാമത്തെ ലീഗൽ റിക്വയർമെന്റ് ഓഫ് കൺട്രി. രാജ്യത്തിൽ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, സിഗ്നല് കാര്യങ്ങൾ, റോഡ് ലോസ് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുണ്ട്. പിന്നെ മോണിറ്ററിങ് ആൻഡ് റിവ്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ്. പിന്നെ കൃത്യമായിട്ട് ആ പ്രവർത്തനത്തെ മോണിറ്റർ ചെയ്ത് അതിനെ നല്ല രീതിയിൽ നിലനിർത്താനുള്ള കാര്യങ്ങൾ എന്തെല്ലാണ്. ഡ്രൈവേഴ്സ് റിക്രൂട്ട്മെന്റ്, തൊഴിലാളികളെ അല്ലെങ്കിൽ ഡ്രൈവറെ എടുക്കുന്ന രീതികൾ. മോട്ടിവേഷൻ ഓഫ് ഡ്രൈവർ, പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ. ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ, അവർക്ക് കാരണം സാധാരണ ഒരു ഡ്രൈവർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ആ വെഹിക്കിളിൽ എന്ത് ചെയ്യുന്നു? സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ സർട്ടിഫിക്കേഷൻ എൻഡോഴ്സ്മെന്റ് ചെയ്യിക്കണം. അതാണ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. റോഡ് ആൻഡ് ഡെസ്ക് കോഡ്സ്, അതേപോലെ തന്നെ റോഡിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും. ദെൻ വെഹിക്കിൾ ആൻഡ് സ്റ്റാൻഡേർഡ്, വാഹനങ്ങൾ അതിൻ്റെ സ്റ്റാൻഡേർഡുകൾ. വെഹിക്കിൾ മെയിൻ്റനൻസ്, വാഹനങ്ങളുടെ പരിചരണം. ജേർണി മാനേജ്മെന്റ്, പിന്നെ അതിൻ്റെ കണ്ടക്ട് ഓഫ് ആക്ടിവിറ്റീസ്, അതാണ് ജേർണി മാനേജ്മെന്റ്. പിന്നെ ഇയർലി പെർഫോമൻസ്, ആകെ കൂടിയുള്ള ഓഡിറ്റ് കാര്യങ്ങൾ ഇത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുന്ന ഇതാണ് ഡിഫൻസ് ഡ്രൈവ് അല്ലെങ്കിൽ ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയും. എന്താണ് ഡിഫൻസീവ് ഡ്രൈവിങ്? റോഡിൽ നമ്മൾ വണ്ടി എടുത്ത് ഒരു ഡ്രൈവർ വാഹനം എടുത്ത് പോവുകയാണെങ്കിൽ റോഡിൽ മറ്റുള്ളവർ കാരണം കൊണ്ട് അപകടം വരാം, ഇന്ന കാരണം കൊണ്ട് വരാമെന്ന് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട് അപകടമില്ലാതെ ഓടിക്കുന്നതിനാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫൻസീവ് ഡ്രൈവിംഗ് സ്കിൽസ് ആസ് ഡ്രൈവിംഗ് ടു സേവ് ലൈഫ്, അതാണ്. ടൈം ആൻഡ് മണി ഇൻ സ്പൈറ്റ് ഓഫ് കണ്ടീഷൻ അറൗണ്ട് യു ആൻഡ് ആക്ഷൻ ഓഫ് അതേഴ്സ്. നമ്മളെ സംബന്ധിച്ച് എന്താണ്? സുരക്ഷിതമായ വണ്ടി ഓടിക്കുക. എങ്ങനെ?
ജീവനെ ആരെങ്കിലും നഷ്ടപ്പെടുത്താതെ, ഇഞ്ചുറി ആക്സിഡൻ്റ് ഇല്ലാതെ, അതേപോലെ തന്നെ കൃത്യസമയത്ത് എവിടെ സ്റ്റാർട്ട് ചെയ്തോ കൃത്യമായിട്ട് അവിടെ തന്നെ എത്തുക, അതേപോലെ തന്നെ മണി എക്കണോമിക്കലി സേവ് ചെയ്യുക. ഓക്കെ, എന്താണ് അനവധി കണ്ടീഷൻസ് നിങ്ങൾ റോഡിൽ എടുക്കണം. ആ കണ്ടീഷന് ഒക്കെ എന്ത് ചെയ്യുന്നതാണ് പരിഗണിച്ചുകൊണ്ട് അപകടമില്ല. പലരും തെറ്റ് ചെയ്യും, നിങ്ങളല്ല മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്ന പരിഗണിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ തെറ്റിനെ മറികടക്കാൻ വേണ്ടി രീതിയിൽ, അല്ലാതെ അതിനെ കൂടുതൽ വഷളാക്കുന്ന രീതിയിൽ ആയിരിക്കും. അതാണ് ഡിഫൻസ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമായി സ്പെഷ്യൽ ഡ്രൈവിംഗ് സ്കിൽസ് വരുന്ന ഡിഫൻസീവ് ആൻഡ് സേഫ് ഡ്രൈവിംഗ്, ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്, ഡ്രൈവിംഗ് ഇൻ റെയിന്, ഹിൽ ഡ്രൈവിംഗ് മല കയറുന്നുള്ള, then fog driving, driving in waterlogged areas, signaling, punctured tires, brake failure, driving under alcoholic conditions. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ജേർണി മാനേജ്മെന്റ്, ഡോക്യുമെന്റഡ് പ്രൊസീജിയർ ഓഫ് കൺട്രോളിംഗ് വെഹിക്കിൾ ജേർണി വിത്ത് ഡ്രൈവർ, പാസഞ്ചർ ആൻഡ് മെറ്റീരിയൽ to monitor and to ensure a safe journey between places. അടുത്ത സ്ലൈഡ് നോക്കൂ, ട്രംപ് കാർഡ്. ഓക്കെ, ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ് എന്നാണ്, ട്രാൻസ്പോർട്ട് റെസ്ക്യൂ എമർജൻസി മാനേജ്മെന്റ് കാർഡ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഓക്കെ, ട്രംപ് കാർഡ് എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് റെസ്ക്യൂ എമർജൻസി മാനേജ്മെന്റ് കാർഡ്. ട്രംപ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രൊഡക്റ്റ് ലോഡ് ചെയ്ത് പബ്ലിക് റോഡിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതിയ ഒരു പേപ്പർ ആർക്ക് കൊടുക്കും? ഡ്രൈവറെ കയ്യിലേൽപ്പിക്കും. എന്തെങ്കിലും അപകടങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ഈ ട്രംപ് കാർഡ്. ആ ട്രംപ് കാർഡിൽ ഈ മെറ്റീരിയലിനെ പറ്റിയുള്ള എവിടുന്ന് വരുന്നു, എങ്ങനെയാണ്, ഇതിൽ എമർജൻസിക്ക് എന്ത് ചെയ്യണം, ഫയർ എല്ലാ ഡീറ്റെയിൽസും പിന്നെ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇറങ്ങിയ കാർഡിനെയാണ് ട്രംപ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രംപ് കാർഡ് സ്റ്റാൻഡ്സ് ഫോർ ട്രക്ക് റെസ്ക്യൂ എമർജൻസി മാനേജ്മെന്റ് കാർഡ് for road transport. It gives information about the nature of hazard the product can cause and the protective devices. What emergency action is required to be taken by the driver in the event of spillage and fire, and first aid to be given. A list of telephone numbers to be contacted in emergency. ഇതാണ് എന്ത് പറയുന്നത് ട്രംപ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരി ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പറ്റിയുള്ള വിവരങ്ങൾ, അതിൽ സംഭവിക്കാവുന്ന ഹസാർഡുകൾ, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണം, ഡ്രൈവേഴ്സ് സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കണ്ട കംപ്ലീറ്റ് വിവരങ്ങൾ അടങ്ങിയ ഇൻഫർമേഷൻ. ഈ കാർഡില്ലാതെ ഒരിക്കലും ഹസാർഡസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗുഡ്സ് റോഡിലേക്ക് കൊടുത്തുവിടാൻ പാടുള്ളതല്ല. അടുത്താണ് ഹസം കോഡ്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഈ ഡീസൽ പെട്രോളൊക്കെ കൊണ്ടുപോകുന്ന ടാങ്ക് ലോറിയുടെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പൽ, ഒരു കോളം, ഒരു പിക്റ്റോഗ്രാം ഉണ്ടാവും, ഒരു ലാബിള്. എന്താണ് സാധനം കടത്തുന്നത്, എന്താണ് അതിൻ്റെ പിന്നെ പിക്റ്റോഗ്രാം എല്ലാം അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ തരുന്നതാണ്. ഇതാണ് ഹസാർഡ് കെമിക്കൽ കോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈസ് എ വാർണിംഗ് പ്ലേറ്റ്. ഇതാണ് ഈസ് എ വാർണിംഗ് പ്ലേറ്റ് system used for vehicle transporting hazardous substance. hazardous substance ചെയ്യുന്ന ട്രാൻസ്പോർട്ടിന്റെ എല്ലാ 3 വശത്തും പിന്നിലും 2 സൈഡിലും ഇത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. On storage facilities, housing and such substance. It gives the firefighting and spillage control procedures to be adopted for each chemical. അതേപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞു, എന്തെങ്കിലും ഇതിൻ്റെ ഫയർ ഫൈറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ആക്ഷൻ പറഞ്ഞു തരും. ഹസം കോഡ് കൺസിസ്റ്റ് ഓഫ് ഐദർ 2 or 3 characters, the first being the numeral followed by either 1 or 2 letters. അതിൻ്റെ എക്സാമ്പിൾ മുന്നോട്ട് വരുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ള. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ചിത്രത്തിൽ ഈ സ്ലൈഡ് നോക്കൂ. ട്രംപ് കാർഡിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതാണ് രീതി.
നോക്കിയോളൂ താഴെ എഴുതിയ എമർജൻസി ആക്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് എമർജൻസി, കാർഡ്, റോഡ് എമർജൻസി, എമർജൻസി ടെലിഫോൺ നമ്പർ, കാര്യങ്ങൾ, അല്ല സ്പില്ലേജ് എന്ത് ചെയ്യണം, ഫയറിന് എന്ത് ചെയ്യണം, എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ത് ചെയ്യുന്നത്. കാരണം ആ കെമിക്കലായിട്ട് കോൺടാക്റ്റിൽ എന്തെങ്കിലും എക്സ്പോസറിൽ പ്രശ്നം ഹെൽത്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ചെയ്യാം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇറങ്ങിയ ഈ പീസ് ഓഫ് പേപ്പറിനെയാണ് എന്ത് പറയുന്നത്? ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. ഈ സ്ലൈഡ് നോക്കൂ. ഹെസം കോഡിന്റെ പിക്ചോഗ്രാം ആണ്. നേരത്തെ പറഞ്ഞെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഹെസം കോഡ് എന്താന്ന് പറഞ്ഞെന്ന് നോക്കിക്കോളൂ. പെട്രോൾ എടുക്കുന്ന ഒരു വണ്ടീൻ്റെ അല്ലെങ്കിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്ന ടാങ്കിന്റെ മുകളിൽ ഈ ലേബിളാണ് കൊടുക്കേണ്ടത്. അതാണ് പെട്രോള്. ക്ലാസിഫിക്കേഷനും അതിൻ്റെ കോഡും അതാണ്. ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ്. കാറ്റഗറി 3 വരുന്നത്. UN കോഡ്, യുണൈറ്റഡ് നേഷൻ്റെ നമ്പർ 1203. ഹെസംത് 3YE. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എന്താണ്? അത് ഏതാണ്? ജെറ്റ് ഉപയോഗിക്കണോ അല്ലെങ്കിൽ സ്പ്രേ ഉപയോഗിക്കണം? അതാണ്. അത് മുന്നോട്ട് പറഞ്ഞുതരും. പിന്നെ കണ്ടക്ട് എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യുക, ഫുൾ ബ്രീത്തിങ് വേണം. പിന്നെ മീൻസ് ഇവാക്യുവേഷൻ ആണ്. ഓക്കെ, അപ്പം സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് കാര്യങ്ങൾ എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ ലാബിൽ എല്ലാ ട്രാൻസ്പോർട്ട് എക്യുപ്മെന്റ് മുകളിലും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അടുത്തത് നോക്കിയോളൂ. ഗൈഡ് ടു ഹെസം കോഡ്. ഹെസം കോഡിന്റെ ഗൈഡ് ലൈൻ ആണ്. നോക്കിയോളൂ. ഒന്ന് നമുക്ക് 3Y നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 എന്ന ലെറ്റർ വരികയാണ്. എന്താണ്? സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. 2 കോഴ്സ് സ്പ്രേ, രണ്ടാമത്തെ ഫൈൻ സ്പ്രേ, 3 വരുന്നത് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. 4 ഡ്രൈ ഏജന്റ് ആണ് ഉപയോഗിക്കുക. 1 and 2 വാട്ടർ ആണ്. 3 and 4 3 എന്താണ്? ഫോം ആണ്. 4 ഡ്രൈ ഏജന്റ് ആണ്. അതിൽ നോക്കിയോളൂ. PRS ഇതാണ്. V എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലന്റ്ലി റിയാക്റ്റീവ് ആണ്. എന്താണ്? ഫുൾ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് കാര്യങ്ങൾ. BA ഫയർ ഫൈറ്റിംഗ് കിറ്റ്. പിന്നെ എന്താ? ഡൈല്യൂട്ട് ചെയ്യുക, കണ്ടെയ്ൻ ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഒരിക്കലും എന്താണ്? പബ്ലിക് അല്ലെങ്കിൽ വെള്ളത്തിലേക്കൊന്നും ഒഴുക്കി വിടാൻ പാടില്ല പബ്ലിക്. അതാണ് ഇതിന്റെ താഴെ ഇതിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഏജന്റ് മീൻസ് ഇവാക്യുവേറ്റ് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ഇവാക്യുവേഷൻ നടത്തണം. ഇതാണ്. അപ്പം V എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലന്റ്ലി റിയാക്റ്റീവ്, R എന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ്. അങ്ങനെയുള്ള ചില കോഡുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത സ്ലൈഡ് നോക്കുന്നത് റാസ്, RAS ഫുൾ ഫോം. റാസ് മീൻസ് റോഡ് വർത്തിനെസ് അഷുറൻസ് സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. ഒരു വെഹിക്കിള് ഉപയോഗിക്കുകയാണ്. വെഹിക്കിള് റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എൻവയോൺമെന്റ് അല്ലെങ്കിൽ സേഫ്റ്റി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഡെയിലി ഇൻസ്പെക്ട് ചെയ്യണം വണ്ടി പോകുന്നതിന് മുമ്പ്. എന്നിട്ട് ഇത് റോഡ് ട്രാൻസ്പോർട്ട് കണ്ടക്ട് ചെയ്യാൻ സേഫ് ആണ്, പെർഫെക്റ്റ് ആയ വെഹിക്കിൾ ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്നതിനാണ് റാസ് എന്ന് പറയുന്നത്. റോഡ് വർത്തിനെസ് അഷുറൻസ് സ്റ്റാൻഡേർഡ്. ഇതധികം ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് കാർഗോ ഒക്കെ ഉപയോഗിക്കും. അല്ലാതെ നമ്മൾ സാധാരണ നോർമൽ വെഹിക്കിളിലൊന്നും ഉപയോഗിക്കുന്നില്ല. ഡേഞ്ചറസ് കാർഗോ കാര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്തൊരു വേർത്തി അല്ലാത്ത ഒരു വണ്ടിയും ഒരിക്കലും ഇങ്ങനെയുള്ള മെറ്റീരിയലും കൊണ്ട് എന്ത് ചെയ്യുന്ന പബ്ലിക് റോഡിലെത്താൻ പാടില്ല. അത് വലിയ അപകടം സൃഷ്ടിക്കും. ഓക്കെ, ദിസ് ഈസ് എൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ. അതെന്താണ്? ഒരു ഇൻസ്പെക്ഷൻ പ്രൊസീജിയറാണ് കണ്ടക്റ്റഡ് ടു എൻഷുർ ദാറ്റ് വെഹിക്കിൾ ഈസ് ഫിറ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗുഡ്സ്, കെമിക്കൽ. ഇതിനാണെങ്കിൽ ഇത് ബാധകമാണ്. ഇറ്റ് ഈസ് എ സ്റ്റിക്കർ പ്ലേസ്ഡ് ഓൺ വെഹിക്കിൾ. വെഹിക്കിളിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഇതിന്റെ മുകളിൽ തന്നെ, ഗ്ലാസിന്റെ മുകളിലാണ്. ഈസ് എ പാർട്ട് ഓഫ് HSE in PDO. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയം ഡെവലപ്പിംഗ് ഓർഗനൈസേഷനിൽ ഇൻഡസ്ട്രിയിൽ ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് ചെയ്യുന്നത് തേർഡ് പാർട്ടിയാണ്, നമ്മൾ തന്നെ ചെയ്യരുത്. കാരണം എന്താണ്? ഒരിക്കലും അതിൽ പോരായ്മകൾ ഉണ്ടാകാൻ പാടില്ല, പെർഫെക്റ്റ് ആയിരിക്കണം. അടുത്തത് എന്താണ്? എത്ര ടൈപ്പ് വെഹിക്കിൾ ഉണ്ട്? കാറ്റഗറി ഓഫ് വെഹിക്കിൾ. LMV, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. ഓക്കെ, ഇൻക്ലൂഡിങ് മോട്ടോർ കാർ, ജീപ്പ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. HMV, ഹെവി മോട്ടോർ വെഹിക്കിൾ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കയറ്റാൻ 3 ടണ്ണിൽ കൂടുതലുള്ളതിനെയാണ് ഹെവി മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത്. 3 താഴെ ഉള്ളതിനെയാണ് LMV എന്ന് പറയുന്നത്. HGMV, ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ G ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ സാധനങ്ങൾ കയറ്റാൻ മാത്രമേ ഇത് ഉപയോഗിക്കുന്ന, പാസഞ്ചറിന് അല്ല ഉപയോഗിക്കുന്നത്. HG എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിംഗ് പർപ്പസ് എന്ന് വെച്ചാൽ കാർഗോ ക്യാരി ചെയ്യാനും മറ്റും കൊണ്ട്. അതാണ് HGMV, ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ. HPMV, ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. അത് P വരികയാണെങ്കിൽ പാസഞ്ചേഴ്സിന്,
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ടുപോകാൻ. HT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ കാര്യങ്ങൾ പുതിയ വരുന്ന ഇതിലാണ് അത് വരുന്നത്. അപ്പോൾ ഇതാണ് നോർമലി ഒരു ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് നോക്കിയുള്ളൂ റാസ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ റാസിനെ പറ്റി നേരത്തെ പറഞ്ഞു തന്നു. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്തെല്ലാം ഭാഗങ്ങളാണ്, ഇതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എല്ലാം മുഴുവനും കൊടുത്തില്ല. കാരണം ഒരു വെഹിക്കിൾ പോകുന്നതിൻ്റെ മുമ്പ് ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം വെഹിക്കിളിന് ഒരു ഇൻസ്പെക്ഷൻ നടത്തും. ഓക്കെ, എന്നിട്ട് സേഫ് ആണെന്ന് കണ്ടാൽ മാത്രമേ അതിൽ ലോഡിങ് ചെയ്തിട്ട്, അല്ലാതെ ലോഡ് ചെയ്തിട്ട് പോകുന്നതിൻ്റെ മുമ്പ് അല്ല ചെയ്യേണ്ടത്. ലോഡിങ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇത് പെർഫെക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യണം. എന്തെല്ലാം നോക്കേണ്ടത്? ബ്രേക്ക് ചെക്ക് ചെയ്യണം, ടൂൾസ് ചെക്ക് ചെയ്യണം, പിന്നെ റാസ് സ്റ്റിക്കർ പഴയതുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളതിലാണ് നമ്മൾ കണ്ടിന്യൂ. പിന്നെ ഓടി വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് പോകുമ്പോൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂളിംഗ് ഉപയോഗിക്കുന്ന സിസ്റ്റം നോക്കണം, ടയർ പ്രഷർ നോക്കണം, ഹെഡ് ലാമ്പ്സ് എല്ലാം വർക്ക് ചെയ്യുന്ന നോക്കണം, ഇലക്ട്രിക്കൽ സിസ്റ്റം ഒക്കെയാണ്, ബാറ്ററി കാര്യങ്ങളെല്ലാം ഇതാണെന്ന്, വെഹിക്കിൾ ബോഡി. കാരണം ഇലക്ട്രിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ട്രാൻസ്പോർട്ട് പോലെയല്ല, ഇതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാനുള്ള ചില എർത്ത് ചെയ്യാനുള്ള ഒക്കെ ചില പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്ന് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലായിട്ട് ഉള്ളത് വരുന്നത്. വെഹിക്കിളിൻ്റെ ബോഡി ഒന്നാമത് നോക്കണം. എവിടെയെങ്കിലും പോകുന്നതിൽ ഏതെങ്കിലും മരത്തിലോ പിടിച്ചോ നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും അറിയാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടോ. വിൻഡ് സ്ക്രീന് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള സ്ക്രീന് കാര്യങ്ങൾ, അതിൻ്റെ പിന്നെ തുടയ്ക്കുന്ന പിടിക്കുക എല്ലാം കൃത്യമായി നോക്കണം. അതിൽ പിന്നെ ഡേഞ്ചറസ് ഗുഡ്സ് ആണ്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിൻ്റെ പോയിന്റ്. അത് ചിലപ്പോൾ എന്താണ് ഏതെങ്കിലും കാരണത്തിന് ഉപയോഗിച്ച് പിന്നെ empty ആയി പോകരുത്. പോകുന്നതിൻ്റെ മുമ്പ് അത് പെർഫെക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യണം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നോക്കണം. പിന്നെ രജിസ്ട്രേഷൻ പേപ്പർ, കാരണം പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട എല്ലാവിധ ഗുഡ്സ് ക്യാരി ചെയ്യുന്ന പെർമിറ്റും രജിസ്ട്രേഷൻ പേപ്പർ അതിനകത്തുണ്ട് എന്ന് എൻഷുർ ചെയ്യണം. സ്പെയർ ടയർ നോക്കണം, ലൂബ്രിക്കേഷൻ പെർഫെക്റ്റ് ആണോ നോക്കണം, സിഗ്നൽ ലൈറ്റ്സ്, ഫ്യൂവൽ ലെവൽ നോക്കണം, ഗേജസ്, കൺട്രോൾ, സീറ്റ് ബെൽറ്റ്, ഇങ്ങനെയുള്ള എല്ലാം ചെക്ക് ചെയ്യണം. അതിനൊരു ചെക്ക് ഓഫ് ഉണ്ട് അവിടെ. TSM സ്റ്റാൻഡേർഡ് പ്രകാരം ചെക്ക് ഓഫ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചെക്ക് ഓഫ് ലിസ്റ്റ് പ്രകാരം ചെക്ക് ചെയ്തിട്ട് മാത്രമേ വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ് എൻഷുർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റോഡിലേക്ക് പോവാൻ ഇത് ഫിറ്റ് ആണെന്ന് എൻഷുർ ചെയ്യുന്ന ഇൻസ്പെക്ഷനെയാണ് റാസ് എന്ന് പറയുന്നത്. റാസിൻ്റെ ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ആണ് നിങ്ങളെ കാണിച്ചത്.